ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് നാൾ മുമ്പ് ഞാൻ ഹിമാലയ പ്രോട്ടീൻ ഹെയർ ക്രീമിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഇപ്പോഴാണ് ആ വീഡിയോ ഒരുപാട് പേര് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതവർ കമൻറ്റ് രൂപത്തിലായിട്ട് ചോദിക്കാറുണ്ട്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയമാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ക്രീം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രീം 2 വർഷത്തോളം ഉപയോഗിക്കുന്നത് എന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ക്രീം 2 വർഷത്തോളമായി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഈ ഒരു ക്രീം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി സ്ട്രെയിറ്റ് ആകുമോ എന്ന്. അതാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കമൻറ്റ്. അതിനുള്ള ആൻസർ ഇതാണ്. ഞാനിത് 2 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരിക്കലും എൻ്റെ തലമുടി സ്ട്രെയിറ്റ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫീലും എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒരിക്കലും സ്ട്രെയിറ്റ് ആവത്തില്ല. ഈ ഒരു ക്രീം ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന്. എൻ്റെ മുടി ഫ്രണ്ട് കുറച്ച് കേളിയാണ്. അത് ഇതുവരെയായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ ഒരു ക്രീം ഉപയോഗിച്ച് ആരുടെയെങ്കിലും തലമുടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ഒരു സംശയം, ഈ ഒരു ക്രീം എത്ര വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാമെന്നാണ്. കഴിവതും നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രം ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ തലമുടിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 18 വയസ്സ് താഴെയുള്ളവരൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ക്രീം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അടുത്തതായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയാതിരിക്കുമോ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കുമോ എന്നൊക്കെയാണ്. അല്ലെങ്കിൽ മുടി കൊഴിയുന്ന ആൾക്കാർ ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ അവരുടെ മുടി കൊഴിച്ചിൽ നിൽക്കുമോ എന്നാണ്. എനിക്കങ്ങനെ ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു ക്രീം ഞാൻ പറഞ്ഞല്ലോ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു മുടി പോലും പൊഴിയാതിരിക്കേണ്ടതാണ്. പക്ഷേ തല ചീകുമ്പോഴും അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് തല തോർത്തുമ്പോഴൊക്കെ ഒരുപാട് മുടി പോവാറുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ക്രീം മുടി കൊഴിയാതിരിക്കാനുള്ള ക്രീം അല്ല. ഇനി മറ്റൊരു സംശയമാണ്, ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ നമ്മുടെ തലയിൽ താരൻ ഇല്ലാതാകുമോ അല്ലെങ്കിൽ താരൻ പോകുമോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും ഒരു താരൻ പോകാൻ വേണ്ടിയുള്ള ക്രീമോ അല്ലെങ്കിൽ മുടി പൊഴിയാതിരിക്കാനുള്ള ക്രീമോ ഒന്നുമല്ല. നമ്മുടെ തലമുടി ഒന്ന് നറേഷായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ക്രീമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യുക അത് താരൻ തന്നെയാണോ എന്ന്. എന്നിട്ട് താരനാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പല ആൾക്കാരും അവിടെ തലയിൽ താരനുണ്ടെന്ന് പറഞ്ഞ് താരനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും, പക്ഷെ താരനൊട്ട് മാറത്തുമില്ല. അതുകൊണ്ട് നമ്മുടെ തലയിലുള്ളത് താരൻ തന്നെയാണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ക്രീം 2 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ തലമുടി നല്ല കട്ടിയുള്ള തലമുടിയാണ്. അതായത് ചകിരിനാര് പോലെ ഇരിക്കും. തലമുടി ചീകിയാലൊന്നും ഒതുങ്ങിയിരിക്കത്തില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു എൻ്റെ തലമുടിക്ക്. നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ തലമുടി ഇരുവാണെങ്കിൽ ഒതുങ്ങിയിരിക്കും. ആ നനവൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെയും ചകിരിനാര് പോലെ ഇരിക്കും. ഈ ഒരു ക്രീം ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെയാണ് എൻ്റെ തലമുടി ഒന്ന് സോഫ്റ്റ് ആവാനും അതിനോടൊപ്പം തന്നെ നമ്മൾ തലമുടി ചീകുമ്പോൾ ഒന്ന് ഒതുങ്ങി വൃത്തിയായിട്ടിരിക്കാനും ഈ ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് സാധിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ തലമുടി എപ്പോഴും നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കും. എപ്പോഴും നനവോട് കൂടിയുള്ളൊരു മുടിയായിരിക്കും നമ്മുടേത്. ആ ഒരു ഫീലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തലമുടി ചീപ്പ് കൊണ്ട് ഈരിയില്ലെങ്കിലും കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാലും അത് നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കും. അതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ലൊരു മണവും ലഭിക്കും ഈ ഒരു ക്രീമിൻ്റെ. എല്ലാവർക്കും ഈ ഒരു മണം ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ക്രീം 2 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ക്രീമിനെ കുറിച്ചുള്ള സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കുന്നു. മാറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം.